നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഇൻഫോർമേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതായത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, അപ്പോൾ അറിഞ്ഞിടാത്തവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്പ്. കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മോസ്റ്റ്ലി റിയൽ ആയിട്ടുള്ള ആപ്സാണ്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫേക്ക് ആയിട്ടുള്ള ആപ്സും എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിനെ സാരമായി ബാധിക്കുന്ന ആപ്സും ആവാം, നമ്മുടെ ഡാറ്റ കണ്ടന്റ് ചോർത്തുന്ന ആപ്സ് ആവാം, മെമ്മറി ഒരുപാട് യൂസ് ചെയ്യുന്ന ആപ്സ് ആവാം, നമ്മുടെ പേഴ്സണൽ ഫയൽസ് ഹാക്ക് ചെയ്യപ്പെടുന്ന ആപ്സ് ആയിരിക്കാം. ഇങ്ങനെ പല ടൈപ്പുണ്ട് ഫേക്ക് ആപ്സ്. അപ്പോൾ ഫേക്ക് ആപ്സിനെ കുറിച്ച് ഇപ്പോൾ ഈ കാണുന്ന 90% ആൾക്കാർക്ക് അറിയാമെങ്കിലും നമ്മൾ ചില കീവേഡ്സ്, അത് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ്, ചില കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ടൈപ്പ് ഫേക്ക് ആപ്സ് എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ കാണും. അത് കാണുകയും ചെയ്യും. നമുക്കിതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് പോകും. കാരണം ആ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കീവേഡ്സാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോർമലി എല്ലാവർക്കും ഫേക്ക് ആപ്സ് എന്താണെന്നറിയാം, ഗൂഗിൾ ഫേക്ക് ആപ്സ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യണമെന്നറിയാം. എന്നിരുന്നാലും ഇത് അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഇപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ അത്രയും, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഫുൾ വീഡിയോ. എന്തായാലും ദയവ് ചെയ്ത് എല്ലാവരും കാണണം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. എൻ്റെ പല വീഡിയോകളിലും ലെങ്ത് കൂടി പോകുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കണമോ കൂട്ടണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ ഇൻഫർമേഷൻ കുറച്ചും കൂടെ ബ്രീഫ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്ട്രൈറ്റ് അവേ വീഡിയോസിൽ പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ കയറുമ്പോൾ, നമ്മൾ ഓപ്പണിംഗ് പ്ലേ സ്റ്റോറിൽ കയറുമ്പോൾ ആ ടൈമിൽ പോപ്പുലർ ആയിട്ടുള്ള ആപ്സിൻ്റെ പേജ് ആയിരിക്കും മെയിനായിട്ട് നമ്മുടെ സ്ക്രീനിൽ വരുന്നത്. ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലാണ് കാണിച്ചത്, ഇപ്പോൾ മൊബൈലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഒരു ആപ്പിനെ ഫേക്ക് ആണോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സ്പെല്ലിംഗ് വെച്ചിട്ടാണ്. സ്പെല്ലിംഗ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആപ്പ് ഫേക്ക് ആണോ റിയൽ ആണോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാം എടുത്തെന്ന് വെച്ചു. ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും അറിയാം ഫേക്ക് ആപ്പ് അല്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ഫേക്ക് മീൻസ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം. ഇതിനകത്ത് നമ്മൾ റീഡ് മോഡ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഫുൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം പ്രീമിയം കണ്ടൻസ് ആണ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാനും ഒക്കെ ഒരുപാട് ടൈം എടുത്ത് അവർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പോലും നമുക്ക് ഒരു സ്ഥലത്ത് പോലും നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ആപ്പിൻ്റെ കേസാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി അധികം ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരിൽ തന്നെ ഇഷ്ടം പോലെ ആപ്സുകൾ വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫാസ്റ്റ് ആണോ, ഇൻസ്റ്റാഗ്രാം ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഐക്കൺ യൂസ് ചെയ്തതിന് എത്ര അധികം ആപ്സുകളുണ്ട്. പക്ഷേ ഇതിൽ പലതും ഫേക്ക് ആപ്സാണ്. ഇനി ഇൻസ്റ്റാഗ്രാം എന്നുള്ള പേരിൽ തന്നെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ കാണും, നമ്മളത് ശ്രദ്ധിക്കത്തില്ല. മീൻസ് പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ പലതും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി 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 താഴെ വരുമ്പോൾ താഴോട്ട് വരുന്നതെല്ലാം കുറച്ച് ഫേക്ക് മോഡിലുള്ള കുറച്ച് ആപ്സാണ്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കേണ്ടത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യങ്ങളാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ സപ്പോസ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫേക്ക് ആപ്സ് കാണാം, ഫേക്ക് ആപ്സ് അല്ലാത്തത് ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെയൊക്കെ സപ്പോസ് ഇതുണ്ട്, ഇതൊരുവിധം ഫേക്ക് ആവാനുള്ള ഒരു ആപ്പാണ്. കാരണം ഇത് നമുക്ക് അൺഫോളോവേഴ്സ് ഫോർ ഇൻസ്റ്റാഗ്രാം, ഇത് കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അവരെ ഫോളോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അൺഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കീവേഡ് മോസ്റ്റ്ലി എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മോസ്റ്റ്ലി സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോ അവർക്ക് പ്രത്യക്ഷപ്പെടാനും, ഈവൻ ദോ അത് ഫേക്ക് ആപ്സ് ഉണ്ടെന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഫേക്ക് ആപ്സ് ഉണ്ടെന്നുള്ള വിവരം അറിയാമെങ്കിൽ കൂടെ ഈ ടൈപ്പ് വീഡിയോസ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് പോകും. അപ്പോൾ അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കീവേഡ്സിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ആ കീവേഡ്സിൻ്റെ കാര്യം കൂടെ പറഞ്ഞു പോകുന്നതാണ്. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
എഡിറ്റേഴ്സ് ചോയ്സ് എന്നുള്ള ഒരു ടാബ്, അത് കോമൺ ആയിട്ട് നമുക്കറിയാം. എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറയുന്നത് എഡിറ്റേഴ്സ് ചോയ്സ് ആപ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിനകത്ത് വരുന്ന ഇതെല്ലാം എഡിറ്റേഴ്സ് ചോയ്സ് കിട്ടിയതാണ്. എഡിറ്റേഴ്സ് ചോയ്സ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറ്റ്സ് അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്രൂവ്ഡ് ആപ്സ് ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള ആപ്പാണ്. കണ്ടു ഈ ലേബൽ. നിങ്ങൾക്ക് ധൈര്യമായി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ഇതിന് ഒരുപാട് പെർമിഷൻസ് ഉണ്ടെങ്കിൽ പെർമിഷൻസ് കൊടുക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരുപാട് പെർമിഷൻസ് ചോദിക്കും ആപ്സൊക്കെ പ്ലേ സ്റ്റോറിൽ. പക്ഷേ എന്നിരുന്നാൽ കൂടെ എഡിറ്റേഴ്സ് ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 99.9% നമുക്ക് ഇത് സേഫ് ആണ് ഇത്തരം ആപ്സ്. അപ്പോൾ എഡിറ്റേഴ്സ് ചോയ്സ് ഒരു മെയിൻ ക്രൈറ്റീരിയ. ഇതെല്ലാം എഡിറ്റേഴ്സ് ചോയ്സ് ആപ്സാണ്. പല പല ടോപ്പിക്കിലുള്ള ആപ്സാണ്. ഇതെല്ലാം എഡിറ്റേഴ്സ് ചോയ്സ് ഉള്ള. അത് കാരണം ഇതിൻ്റെ റേറ്റിംഗ്സും ഇതിൻ്റെ ഡൗൺലോഡ്സും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെയാണ്. അത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേക്ക് ആപ്സിന് വേറൊരു പ്രശ്നമുണ്ട്. ഫേക്ക് ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡൗൺലോഡ്സ് വളരെ കുറവായിരിക്കും. ഡൗൺലോഡ്സും കുറവായിരിക്കും, പിന്നെ റിവ്യൂ കൊടുത്തേക്കുന്നത് കുറവായിരിക്കും, റേറ്റിംഗ് കൊടുത്തേക്കുന്നത് കുറവായിരിക്കും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത്. ആ കീവേഡ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഏൺ മണി ഫ്രീ. ഇത് തന്നെയാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തപ്പുന്ന ഒരു സംഭവം ഏൺ മണി ഫ്രീ. എങ്ങനെ ഫ്രീ ആയി മണി ഉണ്ടാക്കാം, അത് നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരു കീവേഡ് തന്നെയാണ്. കാരണം ഇത് ടൈപ്പ് ചെയ്ത് നോക്കാത്ത ഒരാൾ തന്നെ കാണത്തില്ല. മോസ്റ്റ്ലി വീട്ടിൽ വെറുതെ ഇരിക്കും. ഓക്കെ, എങ്ങനെ ഫ്രീ ആയി മണി ഉണ്ടാക്കാം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ എങ്ങനെ കാശ് ഉണ്ടാക്കാം, ഇതെല്ലാം തപ്പി നോക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പല ടൈപ്പിലുള്ള സാധനം വരും. ഏൺ മണി പല രീതിയിൽ വരാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്ന ആപ്സിൽ പലതും കിട്ടുന്നതാണ്. പക്ഷേ കുറച്ച് ടൈം എടുത്ത് കിട്ടുന്ന ആപ്പാണെങ്കിലും കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള ആപ്സാണ്. റോസ് നമുക്കറിയാം ഇതൊക്കെ കുറച്ച് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെയുള്ള ആപ്പാണ്. പക്ഷേ ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും പലതരം ഇതുപോലെ ആപ്സുകൾ വരുന്നത്. വാച്ച് വീഡിയോസ് ആൻഡ് ലക്ഷ്മി ഇൻഫോടെക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ആപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കാരണം ഹിന്ദിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്പിന് 527 പേരാണ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 2.4 റേറ്റിംഗേ ഉള്ളൂ. പിന്നെ അതിൽ കൂടുതലും തന്നെ 1 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഡെയിലി ബോണസ്, ലക്കി ഇൻഫ്ലുവൻസ്. കാരണം ഒന്നാമത്തെ കാര്യം ഇത് ഫേക്ക് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാത്ത ആപ്പായിരിക്കും. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോലും എമൗണ്ട് കിട്ടാത്ത ആപ്പുകളും ആവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ നെഗറ്റീവ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നാമത്തെ ചോയ്സ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. റേറ്റിംഗ് കുറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്നുകിൽ ഫേക്ക് ആയിരിക്കാം. ഫേക്ക് ഇൻ ദ സെൻസ് ഒന്നുകിൽ ഇവർ പറയുന്ന സംഭവം വരത്തിലായിരിക്കും, ജസ്റ്റ് ഇവരുടെ ഡൗൺലോഡ്സ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ആപ്പുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ റേറ്റിംഗ് എന്തായാലും നോക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് ചെക്ക് ചെയ്യണം. സ്ക്രീൻഷോട്ട് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ ആപ്പിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത് നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുമ്പോൾ ഇത്രയധികം സ്ക്രീൻഷോട്ടുകളേ ഉള്ളൂ. അത് മാത്രമല്ല, അതെല്ലാം കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ള സ്പിൻ ആൻഡ് വിൻ അതൊക്കെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളതാണ്. എന്താ പറയുക, ഹൗ ടു സ്പിൻ. ഇതൊക്കെ 31 പേരാണ് റേറ്റ് ഉള്ളത്. സ്ക്രീൻഷോട്ട് മതി. സോ എത്ര സ്ക്രീൻഷോട്ട് വന്നു. സ്ക്രീൻഷോട്ടിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊന്നും മെയിനായിട്ടുള്ള ആപ്സ് അല്ല, ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ള ആപ്സുകളാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പെർമിഷൻസ് കുറേ ചോദിക്കും. കുറച്ച് ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാശ് കിട്ടാനുള്ള ഒരു വേഗതയിൽ എല്ലാ പെർമിഷനും എനേബിൾ ചെയ്യും. എന്തൊക്കെ പെർമിഷനാണെന്നുള്ളത് നിങ്ങൾ നോക്കത്തുമില്ല. ചിലത് കോൺടാക്ട് പെർമിഷൻ ആയിരിക്കാം,
ചിലത് ഗാലറിയുടെ പെർമിഷൻ ആയിരിക്കാം, ചിലത് ഫോണിൻ്റെ പെർമിഷൻ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പെർമിഷൻസ് നിങ്ങൾ കൊടുക്കാറുണ്ട്. അതിപ്പോൾ എഡിറ്റേഴ്സ് ചോയ്സ് ആപ്സ് ആണെങ്കിൽ കൂടെ പെർമിഷൻസ് ചോദിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടെ നമ്മൾ പെർമിഷൻസ് കൊടുക്കുന്ന സമയത്ത് അത് വിശ്വസിക്കാൻ പറ്റുന്ന ആപ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്ത ആപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്ക്രീൻഷോട്ട് ഒരുപാട് സ്ക്രീൻഷോട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക ഇതൊരു ഫേക്ക് ആപ്പാണ്. പിന്നെ ഇതിനകത്ത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് ഒരു ജസ്റ്റ് ഒരു ഓക്കെ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലൊക്കെ ഡൗൺലോഡ് ആവുന്നെങ്കിൽ ഡൗൺലോഡ് ആവട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ആപ്പാണ് അതെല്ലാം. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പബ്ലിഷിംഗ് ഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ഡേറ്റ് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു ആപ്പ് പബ്ലിഷ് ചെയ്തേക്കുന്ന ടൈം നമ്മൾ നോക്കുക. ഇതിന് അപ്ഡേറ്റഡ് മാർച്ച് 6, 2020 എന്ന് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ബഗ്സ് ഫിക്സ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ അപ്ഡേറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് ഓക്കെ ഈ ഒരു ആപ്പ് കാരണം നമുക്കത് എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്, ഞാൻ മൊത്തം തപ്പിയൊന്നും നോക്കില്ല. ഇതാണ് മൈനർ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നോർമലി ഒരു ഫേക്ക് ആപ്പ് ആണെന്നുണ്ടെങ്കിൽ, നോർമലി വെറും ഫേക്ക് ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഫേക്ക് ആപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഫേക്ക് ആപ്പ് ആണ് മീൻസ് ഫേക്ക് ആപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിഷ് ഡേറ്റും അപ്ഡേറ്റഡ് ഡേറ്റും ഏകദേശം സെയിം ആയിരിക്കും. അപ്ഡേഷൻസ് ഒന്നും അതിനകത്ത് വരത്തില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ കണ്ടു മൈനർ ചേഞ്ചസ് എന്ന് പറഞ്ഞ ഒരു അപ്ഡേറ്റ് ചെയ്തിരിക്കും. മൈനർ സ്പെല്ലിംഗ് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. ജസ്റ്റ് ഞാനൊരു റാൻഡമായിട്ട് എടുത്താണ്. എന്നാൽ കൂടെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം മീൻസ് ഇത് ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ആപ്സാണ് ഇതെല്ലാം. വേറെ സപ്പോർട്ടോ അഡീഷണൽ സപ്പോർട്ടോ ഒന്നും വരുന്നില്ല. ഇപ്പം ആപ്സിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിൽ പോലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരം ആപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞ അപ്ഡേറ്റഡ് ഡേറ്റും പബ്ലിഷ് ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5000 പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ, അതും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് റിവ്യൂസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഹെൽപ്ഫുൾ ആയിട്ടുള്ള മീൻസ് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വൺ സൈഡ്, നെഗറ്റീവായിട്ടുള്ള റിവ്യൂ വൺ സൈഡ്, അങ്ങനെയാണ് റിവ്യൂസ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 2 റിവ്യൂസും വായിച്ച് നോക്കണം. ചില നിങ്ങൾക്ക് മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിവ്യൂസ് വായിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ 5 സ്റ്റാർ ആണ് എടുക്കുന്നത് വെച്ചോളൂ. 5 സ്റ്റാർ എടുക്കുന്ന പറഞ്ഞാൽ 3 പേര് ആപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഞാനൊരു ആപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ ഞാനൊരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എന്തായാലും ഞാനത് റേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എൻ്റെ ഒരു 5 ഫ്രണ്ട്സ് റേറ്റ് ചെയ്തിട്ട് എന്താണെങ്കിലും എനിക്ക് മോശം ഇടത്തില്ലല്ലോ, എനിക്ക് പോസിറ്റീവ് എടുത്തുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇപ്പം ഇവരുടെ കോൺടാക്ട്സിൽ 3 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ 3 പേരെ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഒരു കോൺടാക്റ്റ് 1,00,000 പേരുണ്ടെങ്കിൽ ആ 1,00,000 പേരെ കൊണ്ട് ഞാൻ ഇടിക്കും. പക്ഷേ അതെൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് 1 സ്റ്റാറിൽ അവർ കൊടുത്തോളൂ. ഇനി 2 സ്റ്റാർ നോക്കുക, 2 സ്റ്റാർ റേറ്റിംഗ് ചെയ്തിട്ടില്ല. ഇതിനധികം റിവ്യൂസ് ആൾക്കാർ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ പോയ ആപ്പിലോട്ട് തന്നെ പോകാം. ഇതിനത്ര 31 പേര് റിവ്യൂ നോക്കാം എന്താണ് റിവ്യൂ എന്നുള്ളത്. ഇതും അതുപോലെ തന്നെ സ്റ്റെപ്പ് മോർ മേക്ക് ഫ്രോഡ് ബെസ്റ്റ് ഫേക്ക് ആപ്പ്. അപ്പോൾ ഇതിൽ 5 സ്റ്റാർ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് മാത്രമാണ് ഇതിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇടുന്നത്, വേറെ ആരും ഇടത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ആപ്സ് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിനെ കുറിച്ച് വലുതായിട്ട് അറിവില്ലാത്തതും മീൻസ് ഞാൻ കുട്ടികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിഡ് ഏജ് ഇപ്പോൾ നോർമലി കുട്ടികളാണെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരും മൊബൈലിൽ ഇപ്പോൾ തപ്പി നോക്കുന്നത് ഏൺ മണി എന്നുള്ളൊരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ അവരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഈസി ആയിട്ട് പറ്റിക്കാം. അവർ പെർമിഷൻസ് ഒന്നും നോക്കാറില്ല. അവർ വിളിച്ചു പോയി ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു
യൂസർ റിവ്യൂ മാത്രമേ കണ്ടുപിടത്തുള്ളൂ. അവർ കൂടുതൽ ചിന്തിച്ച് നോക്കത്തുമില്ല, അവരിതെല്ലാം ഡൗൺലോഡ് ചെയ്യും, പെർമിഷൻസും കൊടുക്കും, അവസാനം ഒന്നും കിട്ടത്തുമില്ല. മൊബൈൽ ഹാങ് ആവും, മൊബൈൽ ക്രാഷ് ആവും. വേണമെന്നുണ്ടെങ്കിൽ ചില ആപ്പുകൾ പേഴ്സണൽ ഡാറ്റ സെല് ചെയ്യുന്ന പല ആപ്സ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ. പിന്നെ ഫൈനലായിട്ട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആപ്സിൻ്റെ പെർമിഷൻ. ആപ്സിൻ്റെ പെർമിഷൻ ഒരു വലിയൊരു ഫാക്ടറാണ്. ആപ്സിൻ്റെ പെർമിഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റേഴ്സ് ചോയ്സ് ആപ്സ് ആണെന്നുണ്ടെങ്കിലും ഈ സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാം അവരെ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കയറി ഇങ്ങനെ ഒരു മീൻസ് വളരെ വലിയ കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിലും അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. അല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് അവർ റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരാളുടെ റിവ്യൂ നോക്കരുത്, ചിലപ്പോൾ പെയ്ഡ് റിവ്യൂ ആയിരിക്കും. ഒരുപാട് റിവ്യൂസ് നോക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഈ ഇത്തരം ചില കീവേഡ്സ് ഞാൻ പറഞ്ഞല്ലോ, കീവേഡ്സിലായിരിക്കും. അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏൺ മണി ഗെയിംസ്, കാരണം ഏൺ മണി എന്നാകും തന്നെ എത്രയാണ് ഏൺ മണി ഗെയിംസ്, പേടിഎം, എത്രയധികം ഗെയിംസാണ് ഏൺ മണി എന്നുള്ള സംഭവം. കാരണം ഏൺ മണി എന്നുള്ളൊരു സംഭവമാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ഏൺ മണി അറ്റ് ഹോം, ഇങ്ങനത്തെ കീവേഡ്സാണ് അവർ മെയിൻലി ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആപ്സ് നിങ്ങൾ ദയവായിട്ടും സിസ്റ്റത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. പിന്നെ നല്ലൊരു ആൻറ്റിവൈറസ് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പക്ഷേ ആൻറ്റിവൈറസ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റിവൈറസിൻ്റെ കാര്യമില്ല. നിങ്ങളെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻറ്റിവൈറസിൻ്റെ കാര്യമില്ല. പക്ഷേ ഒരു ആൻറ്റിവൈറസ് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ചിലപ്പോൾ മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഗൂഗിൾ തന്നെ ക്വിക്കിൽ അറിയാലോ, ക്വിക്കിൽ ആൻറ്റിവൈറസ് കുറച്ച് ആപ്സ് റീസെൻ്റ്ലി അതിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന്. അത് ചിലപ്പോൾ ഇനി സെർച്ച് ചെയ്താൽ പോലും കിട്ടത്തില്ല. കുറച്ച് ആപ്സിൻ്റെ പേര് ഞാൻ വായിക്കാം. വെർച്വൽ ഡാറ്റ 10,000 പേരാണ് ഡൗൺലോഡ് ചെയ്തത്. ബൈക്ക് ഇൻഷുറൻസ് അഡ്വൈസർ 5,000 ആൾക്കാരെ ഡൗൺലോഡ് ചെയ്തത്. ഹെൽത്ത് കവർ 5,000, ചിറ്റ് ഫണ്ട്സ് 5,000, കമ്പ്യൂട്ടർ ഇൻഷുറൻസ് 1,000, education loan 1,000, home loan advisor 1,000, credit card process 1,000, web hosting 1,000, bike loan advisor 1,000, love lifafa 1,000, ayurvedic tips 1,000, share market advisor 1,000, travel insurance 1,000, predator loan 1,000, stock broker tips 1,000, instant cash 1,000, mutual fund advisor 1,000, health tracker 1,000, car insurance report 1,000, business life 1,000, DNS provider 1,000, gift sticker 1,000, mini wallet 1,000, magic ring 1,000, credit card loan 1,000, gold loan 1,000, EMI calculator 100. അപ്പോൾ ഇത്രയും ആപ്സാണ്, ഒരു 28 ഫേക്ക് ആപ്സ് അവരവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആപ്പ് ഇപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല, അത് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. പക്ഷേ ഇതുപോലത്തെ പല ആപ്സ് ഇതുപോലെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ iOS സ്റ്റോർ പോലെ അല്ല ഗൂഗിൾ പ്ലേ സ്റ്റോർ. ഒരു ദിവസം ഇഷ്ടംപോലെ ആപ്സാണ് അവർ സബ്മിറ്റ് ചെയ്യുന്നത്. പലതും അവർ അപ്രൂവ് ചെയ്യാറുണ്ട്. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 2-3 ഡൗൺലോഡ്സ് അവരെ ഫ്രണ്ട്സിനെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റേറ്റിംഗ് കൂടും. അങ്ങനെ നമ്മുടെ സെർച്ച് ലിസ്റ്റിൽ വരും. അങ്ങനെ നമ്മളും ഡൗൺലോഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് മെയിൻ കണ്ടന്റ് വരുന്നത്. പിന്നെ ഇത്തരം ആപ്പ് എന്തെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ മീൻസ് കമ്പ്യൂട്ടറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളുടെ മൊബൈലിലുണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഈ വായിച്ച ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയാം. ക്യാഷ് മണി, ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് ബേസ് ചെയ്തിട്ടുള്ള ആപ്സ് തന്നെയാണ് ഫുള്ളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്യാഷിൻ്റെ പേരിലാണ് കൂടുതലും നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചൂഷണം ചെയ്യുന്നത് ഫേക്ക് ആപ്സ്. അപ്പോൾ അതുകൊണ്ട് ബിവെയർ. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ഓറിയൻറ്റഡായിട്ടുള്ള ഇനിയും വീഡിയോസ് ഈ ചാനലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കിടിലം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.